അതിവേഗ വാർത്ത. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. വിഴിഞ്ഞം പുതിയ കാലത്തിന്റെ വികസന മാതൃകയാണ് എന്ന് നരേന്ദ്രമോദി. ഇനി നാടിന്റെ പണം പുറത്തേക്ക് ഒഴുകില്ല എന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ ദീർഘകാല സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി രൂപപ്പെടുത്തിയതും നടപ്പാക്കിയതും LDF സർക്കാരാണ് എന്നും മുഖ്യമന്ത്രി. കാലം കാത്തുവച്ച കർമ്മയോഗിയാണ് പിണറായി വിജയനെന്ന് ചടങ്ങിൽ VN വാസവൻ. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ ഇനി വാനോളം പരക്കട്ടെ എന്നും സമുദ്ര വാണിജ്യ സ്വപ്നങ്ങൾക്ക് വലിയ പ്രതീക്ഷയേകി കേരളത്തിന് രാജ്യത്തിന്റെ മാതൃകയാകാൻ കഴിയട്ടെ എന്നും പ്രധാനമന്ത്രി. സമുദ്ര വാണിജ്യ രംഗത്ത് മാത്രമല്ല മറ്റെല്ലാ മേഖലയിലും ജയ് കേരളം ജയ് ഭാരതം എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് മുന്നേറാൻ കഴിയട്ടെ എന്നും പ്രധാനമന്ത്രി. ഒപ്പം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയം നിറഞ്ഞ വാക്കുകളും സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂരും അടക്കമുള്ളവർ എന്ന് സൂചിപ്പിച്ച പ്രധാനമന്ത്രി ഇന്നത്തെ രാത്രി പലരുടെയും ഉറക്കം കെടുത്തുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. രാവിലെ 10 മണിയോടുകൂടി രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് പാങ്ങോട്ടെ സൈനിക ക്യാമ്പിലെത്തുകയും അവിടെ നിന്ന് സൈനിക ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെത്തുകയും വിഴിഞ്ഞത്തെത്തിയതിനു ശേഷം വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അതിനുശേഷം ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയും രാജ്യത്തിന് ഈ തുറമുഖം സമർപ്പിക്കുകയുമാണ് ചെയ്തത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചെലവിലേറിയ പങ്കും വഹിച്ചത് കേരളമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധികളിൽ തളരാതെ കേരളം മുന്നോട്ട് പോയി. പദ്ധതി പൂർത്തിയാക്കാനുള്ള ഊർജം നൽകിയത് നാടിന്റെ ഒരുമയും ഐക്യവുമാണ്. എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷമാണ് ഇത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിഴിഞ്ഞത്തിന്റെ വിജയശില്പി പിണറായി വിജയനാണ് എന്നുകൂടി തുറമുഖ മന്ത്രി VN വാസവൻ സൂചിപ്പിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് എന്ന് ഉദ്ഘാടന ചടങ്ങിൽ VN വാസവൻ പറഞ്ഞു. കാലം കരുതി വെച്ച കർമ്മയോഗിയാണ് പിണറായി വിജയനെന്ന് VN വാസവൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് മുൻപായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി വിൻസെന്റ് MLA. ചാണ്ടി ഉമ്മൻ MLAയോടൊപ്പം എത്തിയാണ് പുഷ്പാർച്ചന നടത്തിയത്. ഉമ്മൻചാണ്ടി മുൻകൈയെടുത്തതുകൊണ്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായത് എന്ന് വിൻസെന്റ് MLA സൂചിപ്പിച്ചു. വിഴിഞ്ഞം ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ അഭിപ്രായം ഇന്ന് രേഖപ്പെടുത്തി. ഉമ്മൻചാണ്ടിയുടെ വീഡിയോ പങ്കുവച്ചായിരുന്നു VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചരിത്രത്തെ ബോധപൂർവം മറക്കുകയും തിരുത്തി എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും ഭയപ്പെടുന്നുവെന്ന് VD സതീശൻ എഴുതി. വിഴിഞ്ഞം തുറമുഖത്തിന് ആശംസകൾ നേരുന്നതായും VD സതീശൻ കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് എന്നാണ് UDF കൺവീനർ MM ഹസൻ ഇന്ന് രാവിലെ പ്രതികരിച്ചത്. അതിനെ ഭ്രൂണാവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് CPIM എന്ന കാര്യം മറക്കരുത് എന്നും MM ഹസൻ സൂചിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിലേക്ക് അർഹിക്കുന്ന രീതിയിലല്ല പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത്. ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാരിന് യോജിപ്പുണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നും MM ഹസൻ കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണ് എന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതാവ്. വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടത് K കരുണാകരനും വെല്ലുവിളികൾ മറികടന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുമാണ്. അക്കാര്യം മറച്ചുവെക്കുന്നത് ശരിയല്ല. അത് മറച്ചുവെച്ചുകൊണ്ട് LDFന്റെ കുഞ്ഞാക്കി അതിനെ ചിത്രീകരിക്കുന്നതും ശരിയല്ല. വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കാണ്. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് മനഃപൂർവ്വമാണെന്നും ഇത് വില കുറഞ്ഞ നടപടിയായി പോയി എന്നും രമേശ് ചെന്നിത്തല. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പായതെന്ന് മന്ത്രി P രാജീവ്. കേരളം ഇന്ത്യക്കും ലോകത്തിനും നൽകുന്ന സംഭാവനയാണ് വിഴിഞ്ഞം പദ്ധതി. പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്ത് നൽകിയിരുന്നത്. എന്നാൽ നടപടിക്രമങ്ങൾ പ്രതിപക്ഷ നേതാവിന് അറിയാത്തതുകൊണ്ടാണ് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നും മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അതേസമയം കോൺഗ്രസ് നേതാവ് K മുരളീധരൻ അടക്കമുള്ളവർ ഇന്ന് വിമർശിച്ചത് ഇത് ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ടായിരിക്കുന്നു എന്നതിന് തുല്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള ബന്ധത്തെക്കാളും ഇഴുകിച്ചേർന്ന ബന്ധമായി മാറിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ന് K മുരളീധരൻ ഇന്ന് പരിഹസിക്കുകയുണ്ടായി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പ്രതികരിച്ചത് വാസ്തവത്തിൽ വിഴിഞ്ഞം പദ്ധതിക്ക് ഒരു പിതൃത്വം നൽകേണ്ടതുണ്ടെങ്കിൽ ആ പിതൃത്വം നൽകേണ്ടത് EK നായനാർക്കാണ് എന്നാണ്. അല്ലാതെ ഉമ്മൻചാണ്ടിക്കാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു.
വിഴിഞ്ഞം വാർത്തകൾക്ക് ശേഷം നമ്മൾ കേരളത്തിലെ മറ്റു ചില വാർത്തകളിലേക്ക് പോവുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്ത് മന്നാർ മലയിൽ വീണ്ടും പുലി ഇറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഒരു മാസം മുമ്പും ഇതേ പ്രദേശത്ത് പുലി ഇറങ്ങിയിരുന്നു. വനം വകുപ്പ് കൂട് സ്ഥാപിച്ചുവെങ്കിലും പുലിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. പ്രദേശത്തിറങ്ങിയത് പുലിയല്ല എന്നായിരുന്നു വനം വകുപ്പിന്റെ വിശദീകരണം. തുടർന്നാണ് നാട്ടുകാർ ക്യാമറ സ്ഥാപിച്ചത്. പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന ആവശ്യം ഇവിടെ ശക്തമാവുകയാണ്. സീരിയൽ കാണുന്നവരെ സംബന്ധിച്ചിട്ട് ദുഃഖകരമായ ദിവസമാണ് എന്ന് ചലച്ചിത്ര സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു. മരണം കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും. കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നുവെങ്കിലും ചികിത്സയ്ക്കായുള്ള വലിയ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം. കാശി, കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ തുടങ്ങി നിരവധി ചലച്ചിത്രങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ച വ്യക്തിയാണ് വിഷ്ണു പ്രസാദ്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. DIGയുടെ ഔദ്യോഗിക മെയിലിലേക്ക് ബോംബ് ഭീഷണി വന്നത് രാത്രിയായിരുന്നു. വിമാനത്താവളത്തിൽ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഹിസ്ബുൽ മുജാഹിദിന്റെ പേരിലായിരുന്നു സന്ദേശം. വിമാനത്താവളത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്ന വാഹനങ്ങളെയും ആൾക്കാരെയും കടത്തിവിട്ടത് പരിശോധനയ്ക്ക് ശേഷമായിരുന്നു. നിയന്ത്രണ രേഖയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. കുപ്വാര, ബാരമുള്ള, പുഞ്ച് എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ശക്തമായി തിരിച്ചടിച്ച സൈന്യം. ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. പാകിസ്ഥാന്റെ FM റേഡിയോ സ്റ്റേഷനുകൾ വഴി ഇന്ത്യൻ ഗാനങ്ങൾ കേൾപ്പിക്കുന്നത് പാകിസ്ഥാൻ നിരോധിച്ചു. ഉത്തരവ് പാകിസ്ഥാൻ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷനാണ് പുറപ്പെടുവിച്ചത്. സംഘർഷ കാരണങ്ങളാലാണ് തീരുമാനമെന്ന് PBA അറിയിച്ചു. പാകിസ്ഥാന്റെ നീക്കം പാകിസ്ഥാന് തന്നെ തിരിച്ചടിയാകുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയർന്നു. നടപടി പാകിസ്ഥാൻ റേഡിയോ സ്റ്റേഷനുകളുടെ ശ്രോതാക്കളിൽ വൻ ഇടിവുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. പാകിസ്ഥാനിലെ നടീനടന്മാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ മരവിപ്പിച്ച ഇന്ത്യ വിവിധ YouTube ചാനലുകൾക്കും രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ നടപടി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് വ്യോമപാത അടച്ചതിന് പിന്നാലെ എയർ ഇന്ത്യയുടെ നഷ്ടം $600 മില്യൺ. വ്യോമപാത അടച്ചതോടെ ദീർഘദൂര റൂട്ടുകൾ മാറ്റിയിരിക്കുന്നു. ഇത് വലിയ തോതിലുള്ള ഇന്ധന ചെലവിലേക്കാണ് നയിക്കുന്നത്. യാത്രക്കാർക്കും സമയനഷ്ടമുണ്ടാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വിലക്ക് നിലനിൽക്കുന്ന ഓരോ വർഷവും എയർ ഇന്ത്യക്ക് $591 മില്യൺ നഷ്ടം പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കേരള വാർത്തകളിലേക്ക് നമ്മൾ തിരികെ എത്തുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മുന്നോടിയായി തൃശൂർ നഗരത്തിൽ വിവിധയിടങ്ങളിലായി ഡോഗ് സ്ക്വാഡ്, ആന്റി സബോട്ടേജ് ടീം എന്നിവയുടെ സംയുക്ത പരിശോധന നടന്നു. തൃശൂർ നഗരം മുഴുവൻ പോലീസ് നിരീക്ഷണത്തിലാണ്. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളടക്കം 6 ഇടങ്ങളിൽ നിന്നാണ്. തൃശൂർ പൂരത്തിന് മുന്നോടിയായിട്ടായിരുന്നു പരിശോധന. പിടിച്ചെടുത്ത ഹോട്ടലുകളുടെ പേരുകൾ സഹിതം പഴകിയ ഭക്ഷണം തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ ശ്രദ്ധയ്ക്കായി പ്രദർശിപ്പിച്ചു. പിടികൂടിയ ഹോട്ടലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഇനി ചില വിദേശ വാർത്തകളിലേക്ക് പോകാം. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാൾസിന് പകരം ചുമതല നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ UN അംബാസഡറായിട്ടാണ്. വാൾസിന് പകരം മാർക്കോ റൂബിയോ താൽക്കാലികമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചുമതല വഹിക്കും. അമേരിക്കയുടെ പുതിയ UN അംബാസഡറായി തെരഞ്ഞെടുത്തതോടെ ന്യൂയോർക്കിൽ അമേരിക്കയുടെ UN മിഷന് മൈക്ക് വാൾസ് നേതൃത്വം നൽകും. വീണ്ടും ദേശീയ വാർത്തകളിലേക്ക് വരാം. മംഗലുരുവിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. ബജ്രംഗൾ നേതാവ് സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊന്നു. സുഹാസ് ആക്രമിക്കപ്പെട്ടത് മംഗലുരു ബാജ്പേയ് കിന്നി പടവു എന്ന സ്ഥലത്ത് വെച്ച്. സുറത്കൽ ഫാസിൽ കൊലക്കേസിലെ പ്രധാന പ്രതിയാണ് സുഹാസ് ഷെട്ടി. ആശുപത്രിയിലും പരിസരത്തും സംഘർഷാവസ്ഥയുണ്ടായി. മംഗളൂരു നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. വീണ്ടും കേരള വാർത്തകളിലേക്ക്. OP ടിക്കറ്റിന് ചാർജ് കൂട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇന്നു മുതൽ ഈടായിക്കൊണ്ടിരിക്കുന്നത് 10 രൂപയാണ്. എല്ലാ OP കൗണ്ടറുകൾക്ക് മുന്നിലും OP ടിക്കറ്റ് നിരക്ക് കൂട്ടിയതായുള്ള ബോർഡ് സ്ഥാപിക്കും. OP ടിക്കറ്റിന്റെ നിരക്ക് കൂട്ടിയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇന്നലെയായിരുന്നു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടേതാണ് തീരുമാനം. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കപ്പെടുകയാണ്. അന്വേഷണം ചോദ്യം ചെയ്യാനുള്ള ഹർജിയിൽ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് വാദം കേൾക്കും. ഹർജി തീർപ്പാക്കും വരെ തുടർ നടപടികൾ പാടില്ല എന്ന നിർദ്ദേശം SFIO തള്ളി. വീണ്ടും വിദേശ വാർത്തകളിലേക്ക് പോകുന്നു. ഇസ്രയേലിലെ ജെറുസലേമിൽ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു.
പ്രദേശത്ത് നിന്ന് 24 മണിക്കൂറിലൂടെ ഒഴിപ്പിച്ചത് ആയിരക്കണക്കിന് ആളുകളെയാണ്. ഇസ്രയേലിൽ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ കാട്ടുതീയാണ് ജെറുസലേമിലെ പ്രാന്തപ്രദേശങ്ങളിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. നിലവിൽ കത്തി നശിച്ചത് ഏകദേശം 3000 ഏക്കർ ഭൂമിയാണ്. പ്രാദേശിക അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ ദേശീയ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേലിലെ വാർത്തയിൽ നിന്ന് നമ്മൾ നേരെ കേരളത്തിലെ തൃശ്ശൂരിലെ മാളയിലേക്ക് വരുന്നു. പൊയ്യയിൽ നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. പൊയ്യ സ്വദേശി ഇട്ടിയത്ത് പറമ്പിൽ അനിൽകുമാറാണ് മരിച്ചത്. നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയായിരുന്നു. പൊയ്യ മാനാഞ്ചേരിക്കുന്ന് കുട്ടിച്ചിറ പാലത്തിന് സമീപമായിരുന്നു അപകടം. മലപ്പുറം പൊന്നാനിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. കൊല്ലം സ്വദേശി സിയാണ് മരിച്ചത്. ഭർത്താവ് നിഖിലിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിയുടെ മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തൃശൂർ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സ്വകാര്യ ബസ് ഡ്രൈവറെ കാറിലെത്തിയ സംഘം മർദ്ദിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സെന്ററിലായിരുന്നു ആക്രമണം. കാറിന് വശം നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. പരിക്കേറ്റ ബസ് ഡ്രൈവർ കൊണ്ടയൂർ സ്വദേശി മുരളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയത്ത് 12 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. പിടിയിലായത് ചങ്ങനാശ്ശേരി സ്വദേശി അർജുൻ. ഇയാൾ പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെയാണ്. കോഴിക്കോട് മുക്കത്ത് 8 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി അറസ്റ്റിലായി. പശ്ചിമ ബംഗാൾ സ്വദേശി ഷാജഹാൻ അലിയെയാണ് കുന്നമംഗലം എക്സൈസ് പിടികൂടിയത്. താമരശ്ശേരി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക്. ചെരുപ്പ് മോഷണ വാർത്തയാണ്. കണ്ണൂർ തളിപ്പറമ്പിൽ യുവാക്കൾ വീട്ടിൽ സൂക്ഷിച്ച ചെരുപ്പുകൾ മോഷ്ടിച്ചു. മുറിയത്തോട് സ്വദേശി ചിന്നുവിന്റെ വീട്ടിലായിരുന്നു മോഷണം. ചെരുപ്പുകൾ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ CCTV പരിശോധിച്ചപ്പോഴാണ് യുവാക്കൾ ചെരുപ്പ് മോഷ്ടിച്ച വിവരം അറിഞ്ഞത്. 2 യുവാക്കളാണ് മോഷണത്തിന് പിന്നിൽ. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അങ്കണവാടികളിലേക്ക് ലാപ്ടോപ്പുകളും പ്രൊജക്ടറുകളും സ്ക്രീനുകളും മിക്സികളും വിതരണം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ PG പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രദേശങ്ങളിൽ സുരക്ഷയ്ക്കായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള CCTV ക്യാമറകളും ക്യാമറ നിയന്ത്രണ സംവിധാനവും സ്ഥാപിച്ചു. ചോൺ കർമ്മവും ഉദ്ഘാടനവും റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുകയും കുറ്റകൃത്യങ്ങൾ തടയുകയുമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. പട്ടിക്കാട് പ്രദേശത്ത് 15 ക്യാമറകളും വിലങ്ങന്നൂർ, കണ്ണാറ, മുടിക്കോട് എന്നിവിടങ്ങളിൽ 14 ക്യാമറകളും സ്ഥാപിക്കും. തിരുവനന്തപുരം പാങ്ങോട് പോക്സോ കേസിൽ മദ്രസാധ്യാപകൻ അറസ്റ്റിലായി. പനവൂർ സ്വദേശി മുഹമ്മദ് അർഷാദാണ് അറസ്റ്റിലായത്. ക്ലാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 9 വയസ്സുകാരിയെ വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗികാതിക്രമം കാണിക്കുകയായിരുന്നു. പാങ്ങോട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിനിമ സീരിയൽ നടിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവാവ് പിടിയിലായി. ബിരുദ വിദ്യാർത്ഥിയും എറണാകുളം കരുമാരൂർ സ്വദേശിയുമായ ശരത് ഗോപാലാണ് പിടിയിലായത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് പ്രതി ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത്. ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാമിൽ വ്യാജ അക്കൗണ്ടുകളും യുവാവ് നിർമ്മിച്ചു. തൃശൂർ ചാലക്കുടിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യത്തിലിറങ്ങി ഒളിവിലായിരുന്ന പ്രതി റിമാൻഡിലായി. മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതി കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജിയെയാണ് റിമാൻഡ് ചെയ്തത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം തവനൂർ കാഞ്ഞിരംകുറ്റിയിൽ ഹോട്ടൽ മാലിന്യം സമീപത്തെ പറമ്പിലേക്ക് ഒഴുക്കിയതായി പരാതി. നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരെത്തി ഹോട്ടൽ താൽക്കാലികമായി പൂട്ടിച്ചു. പ്രദേശത്ത് ദുർഗന്ധം ഉയരുന്നതായും മാരക രോഗങ്ങൾ പടരാൻ കാരണമാകുന്നതായും നാട്ടുകാർ ആരോപിച്ചു. അതേസമയം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷം സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിച്ചാൽ മതിയെന്നാണ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയത്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഞ്ജലി പ്രദീപിന് ആലപ്പുഴ ചമ്പക്കുളം CPM ലോക്കൽ കമ്മിറ്റി ആദരമൊരുക്കി. CPM ജില്ലാ കമ്മിറ്റി അംഗം CK സദാശിവൻ ആദരവ് നൽകി. കോട്ടയം തലയോലപ്പറമ്പിൽ 34 വർഷത്തെ രാജ്യസേവനം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ സൈനികന് വരവേൽപ്പൊരുക്കി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ വിൽസൺ ജോസഫിന് വൻ സ്വീകരണമാണ് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് നൽകിയത്. പൂച്ചെണ്ടുകളും പൂമാലയും നൽകിയാണ് ജോസഫിനെ സ്വീകരിച്ചത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി യുവജനവേദിയുടെ വാർഷികോദ്ഘാടനവും യുവജന അവാർഡ് വിതരണവും കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. സമൂഹത്തോടും പൊതുജനങ്ങളോടും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഭാഗമായി യുവാക്കൾ മാറണമെന്ന് ചടങ്ങിൽ MP പറഞ്ഞു. സംവിധായകൻ സുവിത് വിൽസൺ മുഖ്യാതിഥിയായി. തൃശൂർ മണലൂരിൽ പാടം തരിച്ചിട്ടതിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘം നെൽക്കൊയ്ത്ത് നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത ഉന്നയിച്ചാണ് നെൽകൃഷിയും തുടർന്നുള്ള കൊയ്ത്തും പ്രതിഷേധ സൂചകമായി നടത്തിയത്.
CPM തരൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള കർഷക സംഘം എക്സിക്യൂട്ടീവ് അംഗവുമായ TV ഹരിദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനംതിട്ട ചിത്രകലാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് ചിത്രകലാ പ്രദർശനം നടത്തി. തരംഗങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം ആശ്രാമം മൈതാനത്തിന് സമീപം ആണ് ഒരുക്കിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ 24 ചിത്രകാരന്മാരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ പോഴങ്കാവ് യുവജന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പോഴങ്കാവ് ഫെസ്റ്റിന് തുടക്കമായി. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 7 ദിവസത്തെ ഉദ്ഘാടനം അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ട് തുടങ്ങിയവ ഉൾപ്പെടുന്നവയാണ്. ആലപ്പുഴ തിരുവൻവണ്ടൂർ മഹാക്ഷേത്രത്തിൽ അന്നദാന മണ്ഡപത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ക്ഷേത്രോപദേശക സമിതിയും അഖില ഭാരതീയ പാണ്ഡവീയ മഹാവിഷ്ണു സത്ര സമിതിയും സംയുക്തമായാണ് അന്നദാന മണ്ഡപത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. കുവൈറ്റിൽ മലയാളി നഴ്സ് ദമ്പതികൾ കുത്തേറ്റ് മരിച്ച സംഭവം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. എറണാകുളം സ്വദേശി സൂരജും ഭാര്യ കണ്ണൂർ സ്വദേശി ബെൻസിയുമാണ് മരിച്ചത്. 2 ദിവസം മുമ്പാണ് ദമ്പതികൾ നാട്ടിൽ നിന്ന് തിരികെ എത്തിയത്. മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിൽ നടപടി. ഇൻസ്പെക്ടർ അടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കൃത്യവിലോപം നടത്തിയതിനാണ് സസ്പെൻഷൻ. ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് ചുമത്തുന്നതിൽ അലംഭാവം കാട്ടിയെന്നും കണ്ടെത്തൽ. വീണ്ടും ചില ദേശീയ വാർത്തകളിലേക്ക്. ജാർഖണ്ഡിൽ വീണ്ടും മാവോയിസ്റ്റ് ക്രൂരത. ലത്തേഹാറിൽ റോഡ് കരാറുകാരെ മാവോയിസ്റ്റുകൾ വെടിവെച്ചു കൊന്നു. റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വാഹനങ്ങളും കത്തിച്ചു. വോട്ടർ പട്ടികയിൽ നവീകരണ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മരണ രജിസ്ട്രേഷൻ ഡാറ്റ ഇലക്ട്രൽ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കും. മരിച്ചവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പെട്ടെന്ന് നീക്കം ചെയ്യാൻ കഴിയുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർ സ്ലിപ്പിന്റെ ഡിസൈൻ പരിഷ്കരിക്കും. വിവരങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ വലിയ അക്ഷരങ്ങളിൽ അച്ചടിക്കും. ഫോട്ടോ കൂടുതൽ വ്യക്തമാകുന്ന തരത്തിലുള്ള തിരിച്ചറിയൽ കാർഡ് നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഒരിക്കൽ കൂടി കേരള വാർത്തകളിലേക്ക് വരുന്നു. മലപ്പുറം വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിൽ കാട്ടാനയുടെ ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റത് പുഞ്ചംകൊല്ലി സ്വദേശി ചടയൻ എന്ന നെടുമുടി എന്ന വ്യക്തിക്ക്. കാട്ടാനയെ കണ്ട നെടുമുടി ഭയന്നോടാൻ ശ്രമിക്കുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ ക്രിക്കറ്റ് വാർത്തകൾ. IPL-ൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് പുറത്തായതിൽ വലിയ നിരാശയിലാണ് രാജസ്ഥാൻ റോയൽസിന്റെയും സഞ്ജു സാംസന്റെയും ആരാധകർ. മുംബൈയുടെ ജയം രാജസ്ഥാനെതിരെ 100 റൺസിനായിരുന്നു. 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 117 റൺസിനാണ് പുറത്തായത്. മോഹൻലാൽ പ്രധാന വേഷം ചെയ്ത തുടരുമെന്ന സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയതിനെതിരെ പരാതി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാക്കൾ. പതിപ്പ് പുറത്തിറങ്ങിയത് അണിയറ പ്രവർത്തകരിലും സിനിമാ ലോകത്തും ആശങ്ക പടർന്നു. ആസിഫ് അലിയെ പ്രധാന കഥാപാത്രമാക്കി താമർ എന്ന വ്യക്തി സംവിധാനം ചെയ്യുന്ന സർക്കിട്ട് എന്ന സിനിമയിലെ പുതിയ ഗാനം പുറത്തിറങ്ങി. പോപ്പ് സോങ് എന്ന് പേരിട്ടിരിക്കുന്ന ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ഗോവിന്ദ് വസന്ത. വീണ്ടും തുടരുമെന്ന സിനിമയെക്കുറിച്ചുള്ള വാർത്തയിലേക്ക് പോകുന്നു. സിനിമ സൂപ്പർ ഹിറ്റായതിന് പിന്നാലെ പുതിയ സിനിമ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തരുൺ മൂർത്തി. ഫഹദ് ഫാസിൽ നായകനായെത്തുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് സംവിധായകൻ പങ്കുവച്ചത്. ടോർപിഡോ എന്നാണ് സിനിമയുടെ പേര്. നക്സലൈറ്റ് നേതാവായിരുന്ന തൊഴിലാളി നേതാവ് കൂടിയായ മനുഷ്യാവകാശ പ്രവർത്തകനായ ഗ്രോ വാസുവിന്റെ ജീവിതവും രാഷ്ട്രീയവും പ്രമേയമായ ഡോക്യുമെന്ററി സിനിമ റിലീസ് ചെയ്തു. ഗ്രോ വാസു എന്ന് പേരിട്ട സിനിമ യൂട്യൂബിലാണ് റിലീസ് ചെയ്തത്. 3 ഐഫോൺ മാതൃകകളിൽ മെയ് 5 മുതൽ വാട്സപ്പ് സേവനങ്ങൾ ലഭ്യമാകില്ല എന്ന് പ്രമുഖ വൈദ്യുതോപകരണ നിർമ്മാണ കമ്പനിയായ ആപ്പിൾ. ഐഫോൺ 5S, ഐഫോൺ 6, ഐഫോൺ 6 എന്നീ മാതൃകകളിൽ വരുന്ന തിങ്കളാഴ്ച മുതൽ വാട്സപ്പ് സേവനം അവസാനിക്കുന്നു. ക്രൈസ്തവ സഭകൾ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും മാർഗത്തിൽ സഞ്ചരിക്കണമെന്ന് കൽദായ മെത്രാപ്പോലിത്ത ഡോക്ടർ തോമസ് മോർ അത്തനേഷ്യസ്. മുൻകാല പിതാക്കന്മാർ ഐക്യത്തിന് പ്രാമുഖ്യം നൽകുകയായിരുന്നു. കൽദായ മെത്രാപ്പോലിത്ത മാർ അബിമിലേക്ക് തിമോത്തേയൂസിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മാർ അത്തനേഷ്യസ്. വീണ്ടും ദേശീയ വാർത്തകളിലേക്ക്. രാജസ്ഥാൻ അജ്മീറിലെ ഹോട്ടലിൽ തീപിടുത്തം. 4 പേർ വെന്ത് മരിച്ചു. ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണം.
ഒരിക്കൽ കൂടി കേരളത്തിലേക്ക്. തൃശൂർ വെളുത്തൂരിൽ യുവാവിനെ 4 അംഗ സംഘം വീട് കയറി ആക്രമിച്ചതായി പരാതി. വെളുത്തൂർ സ്വദേശി ജിത്തിനെയാണ് ആക്രമിച്ചത്. പരിസരവാസികളായ യുവാക്കളാണ് ആക്രമണത്തിന് പിന്നിൽ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം വെള്ളറടയിൽ പോലീസിനെ മർദ്ദിച്ച പ്രതി പിടിയിൽ. മുതാൾ സ്വദേശി ഷൈജു മോഹനാണ് പിടിയിലായത്. പരസ്യമായി മദ്യപിച്ച് ആളുകളെ അസഭ്യം പറഞ്ഞു തുടങ്ങിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവസ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരെയാണ് പ്രതി മർദ്ദിച്ചത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനി ന്യൂസ് ആഫ്റ്റർനൂൺ കാണാം, ഇടവേളയ്ക്ക് ശേഷം.